നമസ്കാരം. നമ്മളിന്ന് മൂന്നാമത്തെ മൊഡ്യൂളിലെ രണ്ടാമത്തെ കവിതയാണ് നോക്കുന്നത്. സർപ്പക്കാട്, വൈലോപ്പിള്ളി ശ്രീധരമേനോൻ്റെയാണ് സർപ്പക്കാട് എന്ന് പറയുന്ന കവിത. കുറച്ച് വലിയ കവിതയാണ്, അതുകൊണ്ട് തന്നെ വീഡിയോ കുറച്ച് ലെങ്തി ആവും. നിങ്ങൾ മുഴുവൻ കേൾക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം വൈലോപ്പിള്ളി ശ്രീധരമേനോനെ ഒന്ന് പരിചയപ്പെടാം. തുടുവെള്ളാമ്പൽ പൊയ്കയല്ല, ജീവിതത്തിൻ്റെ കടലാണ് കവിതയ്ക്ക് മഷിപ്പാത്രം എന്ന് പറഞ്ഞ കവിയാണ് വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. കാൽപ്പനികതയുടെ അവസാനത്തിൽ മലയാള കവിതയിൽ വരവറിയിച്ച അദ്ദേഹം വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ കവിതയിൽ ആവിഷ്കരിച്ചുകൊണ്ട് മലയാള കാവ്യലോകത്തോട് സംവദിച്ചു. അദ്ദേഹത്തിൻ്റെ കൃതികളാണ് യുഗപരിവർത്തനം, കണ്ണീർപ്പാടം, മാമ്പഴം എന്നൊക്കെ നിങ്ങൾക്ക് സഹ്യൻ്റെ മകനൊക്കെ നിങ്ങൾക്ക് പരിചയമുള്ള കവിതകളായിരിക്കും. അതുപോലെ ഓണപ്പാട്ടുകൾ, കുടിയൊഴിക്കൽ തുടങ്ങിയവയൊക്കെ അദ്ദേഹത്തിൻ്റെ കവിതകളാണ്. അപ്പം അധികം വല്ലാണ്ട് നീട്ടുന്നില്ല, ഞാൻ നേരെ കവിതയിലേക്ക് പോവുകയാണ്. അപ്പോൾ കവിത ഒരു 3 ഭാഗങ്ങളായിട്ടാണ് പറയുന്നത്. സർപ്പക്കാട് എന്ന കവിത ഒരു കവിയുടെ ഒരു കുട്ടിയാകുന്ന സമയത്തുള്ള ഒരു അനുഭവ രൂപത്തിലാണ് എഴുതിയിട്ടുള്ളത്. കവി കുട്ടിയായിരിക്കുമ്പോൾ തൻ്റെ വീടിൻ്റെ പുറകിൽ പകൽ സമയത്തും ഇരുട്ട് നിറഞ്ഞു കിടന്നിരുന്നൊരു സർപ്പക്കാവ് ഉണ്ടായിരുന്നു എന്ന് ഓർക്കുകയാണ്. ഭയവും ഭക്തിയും ആഹ്ലാദവും ഒക്കെയാണ് ബാല്യത്തിൽ സർപ്പക്കാടിനോട് ഉണ്ടായിരുന്നത്. ദൃഢമായ വിശ്വാസത്തിൽ അവർ അവിടെ ആരാധന നടത്തി. വർഷത്തിലൊരിക്കൽ അവിടെ കുരുത്തോലകളൊക്കെ തൂക്കി കൈത്തിരി കത്തിച്ച് മഞ്ഞൾ ചാറും മലരും കദളിപ്പഴവും നേദിച്ച് പൂജയൊക്കെ നടത്തി എന്നാണ് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഭാഗത്ത്, അതായത് ഓരോ ഭാഗങ്ങൾ ഓരോ സ്റ്റാൻസുകളായിട്ടാണ് കവിത നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ ഒന്നാമത്തെ ഭാഗത്ത് അതാണ് പറയുന്നത്. പിന്നെ രണ്ടാമത് വരുന്ന ഭാഗമാകുമ്പോഴേക്കും മുത്തശ്ശി പഴങ്കഥകൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു ഭാഗമായിട്ടാണ് വരുന്നത്. നേദിച്ചൊരിളനീരിനമൃതാൽ മേടച്ചൂടിന് പാരണ നൽകേ, ചോദിച്ചോൻ ഞാൻ ഒന്ന് മുറുക്കി കഥകളഴിച്ചാളൻ മുത്തശ്ശി എന്ന് പറഞ്ഞിട്ട് വരുന്ന ഭാഗം. ആ ഭാഗത്ത് തറവാടുകൾക്ക് കാവലിരിക്കുന്ന ഉഗ്രമൂർത്തികളെയായാണ് സർപ്പങ്ങളെ കരുതിയിരുന്നത് എന്നും ബ്രഹ്മക്ഷത്രിയ ജാതി വ്യത്യാസങ്ങളുള്ള നാഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. സർപ്പക്കാവിൽ നിന്നൊരു പാലയുടെ കൊമ്പൊടിച്ചാൽ പകരം കുഷ്ഠവും പുണ്ണുമൊക്കെ അത് ചെയ്യുന്നവന് വരുമെന്ന് അക്കാലത്ത് അവർ വിശ്വസിച്ചു. അതുപോലെ തന്നെ എന്താ പറയുക, പുള്ളുവൻ പാട്ടിലെ സർപ്പങ്ങൾ നിറഞ്ഞു നിന്നിരുന്നു. പെണ്ണിൻ്റെ സിരകളിലേറി സർപ്പങ്ങൾ നൃത്തമാടി. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സർപ്പം തുള്ളലൊക്കെ, അതൊക്കെയാണ് അവിടെ മെൻഷൻ ചെയ്യുന്നത്. അങ്ങനെ ഒരുപാട് കഥകൾ മുത്തശ്ശി പറഞ്ഞു. മുത്തശ്ശിയുടെ കഥകളിലൂടെ പടർന്ന ഇരുട്ടിലൂടെ നടക്കുമ്പോൾ വീടും നാടുമെല്ലാം അതിരില്ലാത്തൊരു സർപ്പക്കാടായിട്ടാണ് കുട്ടിയായിരുന്ന സമയത്ത് കവിക്ക് തോന്നിയത് എന്ന് പറയുന്നു. പിന്നെ വരുന്നത് മൂന്നാമത്തെ ഒരു ഭാഗമായിട്ടാണ് പിന്നെ ആ ഒരു കവിത വരുന്നത്. അപ്പോൾ മൂന്നാമത്തെ ഭാഗമാകുമ്പോഴേക്കും കുറച്ചുകൂടി വലുതായി. അപ്പോൾ പിന്നീട് ഏട്ടനുമൊത്ത് ഗൃഹത്തിൻ പിന്നിൽ ഇരുട്ടുകൾ കെട്ടിയ കാട്ടിൽ സന്നിധി പൂകി രഹസ്യവിലങ്ങളിലൻ മിഴി പാകി നടന്നേൻ ചുറ്റും. താഴെ വേരുകൾ മീതെ ചേരുകൾ പാലയിലഞ്ഞികൾ ഇവയെ പുൽകി ചുഴേതലമെഴും മൂഞ്ഞാൽ വള്ളികൾ എന്നൊക്കെ പറയുന്നൊരു ഭാഗം വരുന്നുണ്ട്. മൂന്നാം ഭാഗത്തിൽ കവി ജ്യേഷ്ഠനോട് ഒരുമിച്ച് വീടിൻ്റെ പിറകിൽ ഇരുട്ട് കെട്ടിയ രഹസ്യങ്ങൾ ഉറഞ്ഞു കിടക്കുന്ന സർപ്പക്കാട്ടിൽ നടക്കുമ്പോൾ താഴെയുള്ള വേരുകളും മരമാണ് ചേരുകളും ഒക്കെ എന്താ പറയുക, വെള്ളിലൻ്റെ വള്ളികളെ പതുങ്ങി നടക്കുന്ന കൊച്ചു കുളക്കോഴികളെയെല്ലാം കാണുകയാണ്. പക്ഷെ അവിടെയൊന്നും പത്തി വിരിച്ച, അതായത് മുത്തശ്ശി പറഞ്ഞ കഥകളിലെ പത്തി വിരിച്ച സർപ്പത്തെ കണ്ടില്ല. അവിടെ എങ്ങും ഒരു കരിയില പോലും അനങ്ങിയില്ല. എവിടെ പോയി നാഗത്താന്മാർ എന്ന് കവി അന്വേഷിക്കുകയാണ്. ഒരു പാമ്പുറ മാത്രമാണ്, പാമ്പിങ്ങനെ ഊരിടുന്ന കണ്ടിട്ടുണ്ടാവും നിങ്ങൾ, അത് മാത്രമാണ് കണ്ടത്. അത് കണ്ട് ചേട്ടൻ പേടിക്കുന്നു. പക്ഷേ കവി ആ പാമ്പുറക്ക് നേരെ ഒരു കല്ല് എറിയുകയാണ് ചെയ്യുന്നത്. അവിടെ എന്താ പറയുക, മൂന്നാമത്തെ ഭാഗത്ത് അങ്ങനെയാണ് പറയുന്നത്. പിന്നെ വരുന്ന നാലാമത്തെ ഒരു ഭാഗമാണ്. എന്നാൽ ധനുവിൻ തണുവിൽ പുന്നാഗങ്ങൾ ഇലഞ്ഞികൾ പാലകൾ ഒന്നായി പൂത്തു, വിഷത്തിലരച്ചൊരു ചന്ദനഗന്ധമെടുത്തു വിലക്കേ എന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗം വരുന്നുണ്ട്. അപ്പോൾ അവിടെ ധനുമാസ രാത്രിയുടെ തണുപ്പിൽ കവിയുടെ സ്വപ്നത്തിൽ പുന്നാഗങ്ങളും ഇലഞ്ഞിയും പാലയും ഒക്കെ വന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ വന്നും കണ്ടും കേട്ടും ഉറങ്ങി പിറ്റേന്ന് പുലരിയിൽ പുഴുക്കളെ റാഞ്ചിയെടുത്ത വണ്ണാത്തിക്കിളിയുടെ പാട്ട് കേട്ടു. അപ്പോഴും സർപ്പങ്ങളെയൊന്നും കാണുന്നില്ല. പിന്നെ വരുന്നത് അഞ്ചാമത്തെ ഭാഗമായിട്ടാണ് പിന്നീട് കവിത വരുന്നത്. ഇങ്ങനെ നിങ്ങൾ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് പുസ്തകം നോക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. അവിടെ തങ്ങളുടെ ഭസ്മം കൂടി തൊടിയിൽ തെങ്ങിന് വളമായിട്ടേ പോയാർ തൻ കഥ മുഴുമിച്ചെന്നമ്മൂമ്മ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ തങ്ങളുടെ ചിതാഭസ്മം കൂടി തെങ്ങിന് വളമായിട്ട് പോയ ആളുകളെ പറ്റിയാണ് പറയുന്നത്. പൂർവികന്മാരെ പറ്റി മുത്തശ്ശി
പറയുന്നു, ചെറിയൊരു പുരയിടമായിരുന്നു. അതിൽ കറുത്തു പരന്ന് സർപ്പക്കാട് കാണപ്പെട്ടു. പെരുവഴിയിലെ വക്കിൽ ഭയന്ന് ആളുകൾ നോക്കി. പുരയുടെ മുറ്റത്ത് പുറ്റുകൾ കാണപ്പെട്ടു. കവി ആ പറമ്പിനെ ബാധിച്ചൊരു അർബുദമായിട്ട് ഒരു ക്യാൻസർ പോലെയാണ് ആ സർപ്പക്കാടിനെ കാണുന്നത്. അവിടെ എന്താ പറയുക, യുക്തിയുടെ ഒരു വെൺമഴു വീശി എന്നാണ് പറയുന്നത്. അതായത് കവിയുടെ ബോധക്കണ്ണ് തുറക്കുന്നു. അത് വെറും ആ ഒരു സർപ്പക്കാട് എന്ന് പറയുന്നത് ഒരു അന്ധവിശ്വാസത്തിൻ്റെ ഭാഗമാണ് എന്നും ഒരു ക്യാൻസർ പോലെയാണെന്നും അതുകൊണ്ട് ആർക്കും പ്രത്യേകിച്ച് ഉപകാരമോ കാര്യമോ ഒന്നുമില്ല എന്ന് മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത് കവി ഒരു യുവാത്വത്തിലേക്ക് എത്തുന്ന സമയത്ത്. പിന്നെ ഇരുട്ടിൽ മൂടിവെച്ച ദേവതമാരോട് തങ്ങളുടെ മനുഷ്യജീവിതം നിങ്ങൾ കാരണം ഞെരുങ്ങുകയാണ് എന്ന് കവി പറയുന്നു. അപ്പോൾ സർപ്പക്കാട് വെട്ടിയരിച്ച് കവി അവിടെ പുതിയ കൃഷി തുടങ്ങുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. സർപ്പക്കാട് വെട്ടിയരിച്ച് അതിലൂടെ ഒരു മഞ്ഞച്ചേര എഴഞ്ഞു പോകുന്നത് കാണുകയാണ്. അവിടെ വാഴയും അടക്കാമരവും മറ്റും നട്ട് നനച്ച് ഫലങ്ങൾ ചുമന്ന തെങ്ങുകൾ നിരന്നു. കവി വലുതായി. ഒരിക്കൽ കവിയുടെ കുഞ്ഞ് എന്തോ ചോദിക്കാൻ ഭാവിച്ചപ്പോൾ ഒന്നും പേടിക്കേണ്ട മകനെ എന്നും മണ്ണിൻ്റെ ഉള്ളിലേക്ക് പോയ ഞാഞ്ഞൂലുകളാണ് നമ്മുടെ പുതിയ യുഗത്തിലെ നാഗത്താന്മാർ എന്നും പറയുന്നു. അപ്പോൾ പുതിയ തലമുറ, കുട്ടി എന്ന് പറയുന്ന പുതിയ തലമുറയുടെ പ്രതിനിധിയാണ്. അപ്പോൾ പറയുകയാണ്, അതായത് ഈ ഇരുട്ടിൽ കുടിവെച്ചിരുന്ന ആ ഒരു ദേവതമാരോട് അല്ലെങ്കിൽ സർപ്പക്കാട് സങ്കല്പത്തിനോട് തന്നെ എന്താ പറയുക ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. പകരം അവിടെ മനുഷ്യന് ഉപകാരമുള്ളത് വളരട്ടെ എന്നതാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ കർഷകൻ്റെ മിത്രം നമ്മൾ എന്താ പറയുക ഞാഞ്ഞൂലുകളല്ലേ പറയാറുള്ളത്. അപ്പോൾ ആ ഞാഞ്ഞൂലുകളാണ് നമ്മുടെ പുതിയ യുഗത്തിലെ നാഗത്താന്മാർ എന്ന് പറഞ്ഞ് കുട്ടിക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടാണ് എന്താ പറയുക കവിത അവസാനിക്കുന്നത്. താങ്ക് യു സോ മച്ച്.